ഹായ് നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടമ്മമാർക്കും അതേ കണക്ക് അല്പം പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാലുകൾക്കും വയറിനും വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ കാലുകളുടെ ഫുൾ മസിൽസിനെ സ്ട്രെങ്ത് ആക്കും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വയറിലെ മസിൽസിനെ സ്ട്രെങ്ത് ആക്കും, നിങ്ങളുടെ ഹിപ്പ് മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ പറ്റിയ വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു ടീപ്പോ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ചെയർ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അല്പം ഫാസ്റ്റായിട്ടുള്ള വർക്കൗട്ടുകളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളൊരു കസേരയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടീപ്പോയിലോ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് ടീപ്പോയിൽ ഇതേപോലെ പിടിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഓരോ കാലുകളായിട്ട് പതുക്കെ ഇതേപോലെ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉയർത്തുക. 3, 4. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന വ്യായാമങ്ങൾ ഞാൻ ഒരു 5 മിനിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ കാണിച്ചിരുന്ന വ്യായാമങ്ങൾ നിങ്ങൾ ഒരു വട്ടവും കൂടെ നിങ്ങൾ ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യായാമം. നിങ്ങളുടെ തൈ മസിലിലെ, നിങ്ങളുടെ കാലിൻ്റെ തുടകളുടെ മസിൽസിനെ സ്ട്രെങ്ത് ആക്കാൻ ഈ ഒരു ലളിതമായിട്ടുള്ള വ്യായാമം സഹായിക്കും. അതുകണക്ക് തന്നെ നിങ്ങളുടെ കാൽമുട്ടിനെ ശക്തമാക്കുവാനും സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഇതേപോലെ നല്ല രീതിയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ കാലിലും 10 പ്രാവശ്യം വെച്ചിട്ട് ഈ വ്യായാമം ആവർത്തിക്കാവുന്നതാണ്. ഓക്കെ, ഇതേപോലെ ഉയർത്തുക, പതുക്കെ താഴ്ത്തുക, അങ്ങനെ 10 പ്രാവശ്യം വെച്ചിട്ട് ഓരോ കാലിലും ചെയ്യുക. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ വ്യായാമത്തിലോട്ട് പോകാം. രണ്ടാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓരോ കാലുകളായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് സാവധാനം മുകളിലോട്ട് ഉയർത്താവുന്നതാണ്. ഇതേപോലെ ഇത് നിങ്ങളുടെ കാലുകളുടെ മസിൽസിനെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വയറിലെ മസിൽസിനെ, വയറിലെ പേശികളെയും ശക്തമാക്കുവാൻ സഹായിക്കുന്ന നല്ല ഒരു വ്യായാമമാണ്. ഇത് നിങ്ങൾ ഓരോ കാലിലും നിങ്ങൾ 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കൂടിയൊന്നും ഇരിക്കരുത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ഒരു വ്യായാമമാണിത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വയറിലെ മസിൽസിനെ ശക്തിപ്പെടുത്തുവാനും നിങ്ങളുടെ കാലിലോട്ടുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന വ്യായാമമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ വ്യായാമത്തിലോട്ട് പോകാം. മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സൈഡിലോട്ട് പതുക്കെ ഇതേപോലെ സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു വർക്കൗട്ടിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പ് ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ആംസിൻ്റെ സൈഡ് ഭാഗത്തെ മസിൽസിനെയും നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരു വശത്തോട്ട് 10 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. അടുത്ത വശവും 10 പ്രാവശ്യം ഈക്വലായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10, 10. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഇത് വീട്ടമ്മമാർക്കും അതേപോലെ അല്പം പ്രായമുള്ള ആൾക്കാർക്കൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് പരിശീലിക്കാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾ ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റുകൾ മാത്രമേ ഉണ്ടാവൂ. കാരണം നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യം വർദ്ധിക്കും, നിങ്ങളുടെ വയറിലെ പേശികളുടെ ആരോഗ്യം വർദ്ധിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വ്യായാമം. അടുത്തായിട്ട് നമുക്ക് നാലാമത്തെ വ്യായാമത്തിലോട്ട് പോകാം. നാലാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾ പതുക്കെ ഇങ്ങനെ അകത്തി കൊടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ അടുപ്പിക്കുക, വൈഡ് ചെയ്യുക, അടുപ്പിക്കുക. ഇതേപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ 20 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇതേപോലെ 20 പ്രാവശ്യം ചെയ്യുക. നിങ്ങളുടെ കാലിന് നല്ല ഒരു മൂവ്മെൻറ്റ്സ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലോവർ ആബ്സ്, നിങ്ങളുടെ വയറിൻ്റെ അടിഭാഗത്തെ മസിൽസ് സ്ട്രോങ് ആക്കാൻ സഹായിക്കും. നിങ്ങളുടെ പെൽവിക് മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ടും സഹായിക്കുന്ന വ്യായാമമാണ്. നിങ്ങളുടെ ഇന്നർ തൈസിനെ കൊഴുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. നിങ്ങൾ 20 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. ഇതേപോലെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കാല് ഉയർത്തുക. അതിനനുസരിച്ച് നിങ്ങളുടെ ഓപ്പോസിറ്റ് കൈ ആ ഒരു കാലിൻ്റെ വിരൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ തൊടുവാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ കാലിൻ്റെ മസിൽസുകളെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ വയറിൻ്റെ ഒരു ഫാറ്റൊക്കെ കുറയ്ക്കുവാനും സഹായിക്കുന്ന വ്യായാമമാണ്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കുവാനും നിങ്ങളുടെ വയറിലെ പേശികളെ ശക്തിപ്പെടുത്തുവാനും ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾ ഓരോ കാലിലും 10 പ്രാവശ്യം വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത വ്യായാമത്തിലോട്ട് നമുക്ക് കടക്കാം.
നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കാം, ഇതേപോലെ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 കാലുകളും ഒരേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഉയർത്താവുന്നതാണ്. നിങ്ങളുടെ കൈ നല്ല രീതിയിൽ ബലത്തിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക കസേരയിൽ. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഉയർത്തുക. ഇത് നിങ്ങളുടെ ആബ്സിൻ്റെ മസിൽസിനെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അതോടൊപ്പം തന്നെ കാലിലെ മസിൽസിനെയും നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന നല്ല എക്സസൈസാണ്. ഇതേപോലെ നിങ്ങൾക്ക് 20 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. 20 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ കൗണ്ട് 20 ആണ്. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഒരു മൂവ്മെൻറ്റ്സാണിത്. വളരെ കുറഞ്ഞ സമയമേ നമ്മൾ ചെയ്യുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലോവർ ബോഡിയെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമമാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് മടി കൂടാതെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വ്യായാമത്തിലോട്ട് പോകാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കാം. അതിനുശേഷം നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ രണ്ടും ചേർത്ത് വെക്കുക, ഞാൻ ഈ വെച്ചിരിക്കുന്ന പോലെ. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് പതുക്കെ വൈഡ് ചെയ്യാം, കാലുകൾ അടുപ്പിക്കാം. ഇത് നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ പെൽവിക് മസിൽസിനെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ തൈസിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ്. നിങ്ങൾക്ക് 20 പ്രാവശ്യം 20 നമ്പർ ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാലുകൾക്ക് നല്ല ഒരു മൂവ്മെൻറ്റാണ്. പല ആൾക്കാർക്കും പല വീട്ടമ്മമാർക്കും പ്രായാധിക്യമൊക്കെ മൂലം ബുദ്ധിമുട്ട് കാലുകൾക്കൊക്കെ അനുഭവപ്പെടുന്നവർക്കൊക്കെ ഈ വ്യായാമങ്ങൾ നിരന്തരമായിട്ട് പരിശീലിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വ്യായാമത്തിലോട്ട് പോവാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ ഇതേപോലെ ഉയർത്തി വെക്കുക. ഇത് നമ്മുടെ ഫൈനൽ വർക്കൗട്ടാണ്. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഉയർത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ കൈകൾ പതുക്കെ താഴോട്ട് ഇതേപോലെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഓരോ കാലിലും 20 പ്രാവശ്യം വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ വർക്കൗട്ട്. അപ്പം ഈ ഒരു വർക്കൗട്ടും കൂടെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു മിനിറ്റോളം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിക്കുക. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവർത്തിക്കുക. നിങ്ങൾക്ക് നല്ല പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് യാതൊരു മടിയും വേണ്ട. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടുകൾ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. കണ്ടില്ലേ, ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നമ്മുടെ കാലുകൾക്കും വയറിനും നല്ലതാണ്.